أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين വളരെ കൂടുതൽ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ ബൈരിക്കട്ട മഹല്ല് ജമാഅത്തിൻ്റെ ഖത്തീബ് ഉസ്താദും ഞങ്ങളുടെയൊക്കെ മാർഗദർശിയും ഞങ്ങളുടെ സീനിയറുമായ ബഹുമാനപ്പെട്ട ഈ മഹല്ലിൻ്റെ നേതൃത്വമായ റഫീഖ് ഉസ്താദ് അവറുകൾ, അതുപോലെ മറ്റ് സലീം മദനി ഉസ്താദ് അടക്കമുള്ള നേതാക്കളെ, മഹാന്മാരെ, പണ്ഡിതന്മാരെ, സ്റ്റേജിലുള്ളതുപോലെ തന്നെ സദസ്സിൽ വലിയ വലിയ ആളുകളെയൊക്കെ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല റഹ്മാനായ അല്ലാഹ് ഈ മജ്ലിസ് നാളെ ആഖിറത്തിൽ ഞങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന ഒരു അമലായി നീ ഖബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിൽ നന്മയുടെ തട്ടിന് ഭാരം കൂടുന്ന അമലാക്കി തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സ്വലാത്തിൻ്റെ 25ാമത്തെ വാർഷികമാണ്. അൽഹംദുലില്ലാ, പതിറ്റാണ്ടുകളായി ഇവിടെ മുഅ്മിനീങ്ങളെല്ലാവരും ഒരുമിച്ചുകൂടി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പേരിലുള്ള സംഘടനയ്ക്ക് കീഴിൽ ബഹുമാനപ്പെട്ട വലിയുല്ലാഹി CM അബൂബക്കർ മുസ്ലിയാർ മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ്, അതുപോലെ വടകര മുഹമ്മദ് ഹാജി തങ്ങളടക്കമുള്ള മഹാന്മാരായ ഔലിയാക്കളും പണ്ഡിതന്മാരും ആലിമീങ്ങളും ബഹുമാനപ്പെട്ട സയ്യിദന താജുൽ ഉലമ തങ്ങളടക്കമുള്ള മഹാന്മാരായ നേതൃത്വം ഞങ്ങൾക്ക് കാണിച്ചു തന്ന പ്രസ്ഥാനത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും കീഴിലായി നമ്മളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി ഈ പരിശുദ്ധമായ ദീനിൻ്റെ നന്മയുടെ വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല ഇത് ഇനിയും സന്തോഷത്തോടെ ഇസ്സത്തോടെ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് അല്ലാഹു തആല എത്തിച്ചു തരട്ടെ. ഖിയാമത്ത് നാൾ വരേക്കും അല്ലാഹു തആല ഗംഭീരമായി തന്നെ നിലനിർത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. മുഅ്മിനീങ്ങൾ സംഘടിതമായി സാമൂഹികമായി ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ഒരു നിയമമാണ്. അങ്ങനെ നാം ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം നമുക്ക് ലഭിക്കുന്നത് എന്ന് അഷ്റഫുൽ വറ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനെല്ലാം സ്വന്തമായി ചെയ്തോളാം. അള്ളാഹു എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഞാനങ്ങനെ ഏതെങ്കിലും ആരുടെയെങ്കിലും കൂടെ നിൽക്കാൻ ഞാനില്ല, ഞാനൊക്കെ ഒറ്റക്ക് ചെയ്തോളാം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈമാനിൻ്റെ അടയാളം അല്ല. എന്നല്ല, ഉള്ള ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ അത് ഇടയാകും, കാരണമാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നെ അങ്ങനെയാണ്, യദുല്ലാഹി അലൽ ജമാഅ. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ഓരോ അമലുകൾ നാം 5 വക്ത നിസ്കാരം നിസ്കരിക്കുന്നു. എന്നാൽ അത് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അവിടെ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ
ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ എത്തി. ബഹുമാനപ്പെട്ട ഖുറത്ത് സാദാത്ത് കൂറത്ത് തങ്ങൾ അവറുകളുടെ പ്രിയപ്പെട്ട പുത്രൻ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ മസ്ഊദ് അൽ ബുഖാരി കൂറത്ത് തങ്ങൾ അവറുകൾ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആ സൈഡിൽ ബാനറിൽ കാണുന്നുണ്ട് ബഹുമാനപ്പെട്ട ഖുറത്ത് സാദാത്ത് തങ്ങളവറുകളുടെ ഉറൂസ് മുബാറക്. ഇതേ വരുന്ന ജൂൺ 26, 27, 28, 29 തീയതികളിൽ കൂറത്ത് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ സന്നിധിയിൽ വെച്ച് നടക്കുകയാണ്. നാം എല്ലാവരും അവിടെ എത്തിച്ചേരും. അതുകൊണ്ട് നിങ്ങളോട് അത് പ്രത്യേകം പറയേണ്ടതില്ല. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഈ പരിശുദ്ധമായ ദീനിനും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് നേതൃത്വം കൊടുക്കുകയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ഇതിൻ്റെ പ്രവർത്തകന്മാർക്കെല്ലാം വലിയ ആവേശമായി, ഒരു ഈമാനികമായ ആവേശമായി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ വഴിയിൽ ഉറച്ചു നിന്നാൽ പിന്നെ ഈ ദുനിയാവിൽ ആരെയും പേടിക്കേണ്ടതില്ല എന്നതിന് ജീവിക്കുന്ന തെളിവുകളായിരുന്നവരാണ് ബഹുമാനപ്പെട്ട ഖുറത്ത് സാദാത്ത് ഖുറത്ത് തങ്ങളവറുകളും അവരുടെ പിതാവ് ബഹുമാനപ്പെട്ട സയ്യിദന താജുൽ ഉലമാ തങ്ങളവറുകളും. അതവരുടെ ഹയാത്ത് കാലത്ത് അവരുടെ മദദ് നാം അനുഭവിച്ചതുപോലെ അവരുടെ വഫാത്തിന് ശേഷവും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുർ റാസിയിൽ പറഞ്ഞതുപോലെ അവരുടെ ജീവിതകാലത്ത് നാം അനുഭവിച്ച മദദുകളും സഹായങ്ങളും എത്രയായിരുന്നോ അതിനേക്കാൾ കൂടുതൽ അവരുടെ വഫാത്തിന് ശേഷം നമുക്കത് അനുഭവിക്കാൻ കഴിയും. കാരണം അവർക്ക് വഫാത്തിന് ശേഷം അല്ലാഹു തആല കൂടുതൽ ശക്തി കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാം അത് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് കാര്യത്തിനും ഈ അടുത്ത് ഒരു 1-1.5 മാസം മുമ്പ് ഞങ്ങൾ 4-5 ആൾക്കാർ കൂടി ബഹുമാനപ്പെട്ട ഖുറത്ത് സാദാത്ത് തങ്ങളവറുകളുടെ മഖാം സിയാറത്ത് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. മനസ്സിൽ പ്രത്യേകമായൊരു ഉദ്ദേശം കരുതിക്കൊണ്ടാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങളവറുകളുടെ ഒരു മകൾ, നമ്മുടെ ഉക്കുടത്തൊക്കെ മുദരിസായിരുന്ന ബഹുമാനപ്പെട്ട ജമലുല്ലൈലി തങ്ങളവറുകൾ, അവരുടെ ഭാര്യ ഇവിടെ മഞ്ചി കുക്കാജയിൽ ഉണ്ട്. ആ വീട്ടിൽ പോയി അവിടെയും ദുആ ചെയ്യിപ്പിച്ച് അവിടുന്ന് നേരെ നമ്മൾ ബഹുമാനപ്പെട്ട ഖുറത്ത് സാദാത്ത് തങ്ങളവറുകളുടെ മഖാമിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ അൽഹംദുലില്ലാഹ് പോകുന്ന വഴിയിൽ വെച്ച് തന്നെ നമുക്ക് ഫോൺ കോൾ വന്നു. നമ്മൾ എന്ത് നിയ്യത്ത് വെച്ചിട്ടാണ് പോകുന്നത് ആ കാര്യം ശരിയായിരിക്കുന്നു എന്ന് നമുക്ക് ഫോൺ കോൾ വരികയുണ്ടായി. ഇത് എൻ്റെ ഒരു അനുഭവം, ഞാനിങ്ങനെ മൈക്കിൻ്റെ മുന്നിലായതുകൊണ്ട് പറയുന്നു. നിങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഇതേപോലെ 100 അനുഭവങ്ങൾ പറയാനുണ്ടാകും തീർച്ചയായും. ഞാനിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് അല്പമെങ്ങാലും ശബ്ദമെടുത്ത് സംസാരിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ മഹല്ലത്ത്, ഞാൻ നിൽക്കുന്ന മഹല്ലത്ത് ഉക്കുടത്ത് വന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ഉക്കുട നാട്ടുകാരെല്ലാവരും പറഞ്ഞു തരും. ബഹുമാനപ്പെട്ട സയ്യിദന താജുൽ ഉലമാ തങ്ങളവറുകളുടെ ബറക്കത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടുമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മഹാന്മാരുടെ മദദ് അല്ലാഹു തആല ഇനിയും നമുക്ക് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഖുറത്ത് സാദാത്ത് തങ്ങളവറുകളുടെ ആ ഉറൂസിൽ സംബന്ധിക്കുവാനും അവിടെ എത്തുവാനും ആ മഹാന്മാരുടെ മദദ് ഈ ദുനിയാവിലും ആഖിറത്തിലും കരസ്ഥമാക്കുവാനും അല്ലാഹു റബ്ബ് തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ ഈ സാഹചര്യം നേരത്തെ സലീം ഹാജി പറഞ്ഞതുപോലെ മുഅ്മിനീങ്ങളുടെ ഖൽബ് എല്ലാം ഒരൽപ്പം വിഷമിക്കുന്ന സമയമാണ്.
കാരണം നമ്മുടെ ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ കരങ്ങളാൽ വധിക്കപ്പെട്ടു പോയി ഖബറിൽ മറമാടപ്പെട്ടൊരു സമയത്താണ് നാം ഒക്കെ ഉള്ളത്. ആ കൊളത്ത മജലിലെ റഹീം എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ ചെറിയ പിഞ്ചു മകളുടെ പെൺകുട്ടിയുടെ തലയുടെ മുടി ഇങ്ങനെ ചീകിക്കൊടുക്കുന്നൊരു വീഡിയോ കാണാനിടയായി. എന്നും ആ ബാപ്പയിൽ നിന്ന് ആ തലോടൽ ആഗ്രഹിക്കുന്ന ആ മക്കൾ അത് നഷ്ടപ്പെട്ടു പോയി. ഒരു മുസ്ലിമിനെ തെരഞ്ഞു പിടിച്ച് അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയ ഒരു മുസ്ലിമിനെ അവർ വധിച്ചു കളയുകയാണ് ഉണ്ടായത്. ആ മരണപ്പെട്ടു പോയ ആ കൊളുത്ത മജൂലൂലെ ആ റഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് പടച്ചവനെ റഹ്മാനും റഹീമുമായ അല്ലാഹ് ആ ചെറുപ്പക്കാരൻ്റെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ റഹ്മാനെ. ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കണേ റഹ്മാനെ. ആ ചെറുപ്പക്കാരൻ്റെ ഖബർ നീ സ്വർഗപ്പൂന്തോപ്പാക്കണേ അല്ലാഹ്. റഹ്മത്തിന്റെ മലക്കുകളെ ആ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ആ റഹീം കൊളുത്ത മജലുന്ന ആ മോമിനായ ചെറുപ്പക്കാരൻ്റെ ഖബറിലേക്ക് റഹ്മത്തിന്റെ മലക്കുകളെ ഇറക്കിക്കൊടുത്ത് നീ സന്തോഷം നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് ഒരു കവാടം ആ മോമിനായ സഹോദരന്റെ ഖബറിലേക്ക് നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. അവരുടെ വിധവയായ ഭാര്യക്കും അതുപോലെ മക്കൾക്കും കുടുംബത്തിനും എല്ലാം നീ സബ്ർ നൽകണേ റഹ്മാനെ. ഖലീഫയെ നൽകണേ റഹ്മാനെ. ആ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് റഹ്മാനായ അല്ലാഹ് നീ തുണയാകണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും നീ തുണയാകണേ റഹ്മാനെ. ആ ചെറുപ്പക്കാരൻ്റെ കൂടെയുണ്ടായിരുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ റഹ്മാനായ അല്ലാഹുവേ ആ ചെറുപ്പക്കാരനക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ചെറുപ്പക്കാർക്കും ഞങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ മോമിനീങ്ങൾക്കും മോമിനാത്തുകൾക്കും റഹ്മാനായ അല്ലാഹ് നിന്റെ പ്രത്യേകമായ കാവലും മദതും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ശർറുകളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഞാൻ സുദീർഘമായി നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഞാൻ പറഞ്ഞത് 5 വക്ത് നിസ്കാരം നാം നിസ്കരിക്കുന്നു. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ നാം ചെയ്യുന്ന 14 ഫർളുകളും മറ്റ് സുന്നത്തുകളൊക്കെ എടുത്തുകൊണ്ട് തന്നെ ജമാഅത്തായി നാം നിസ്കരിക്കുമ്പോൾ അല്ലാഹു തആല അതിന് തരുന്ന പ്രതിഫലം എത്രയാണ്? ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ 27 ദറജ ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. 27 ഇരട്ടി കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? എന്നാൽ ഒരു വ്യക്തി ഞാൻ നിങ്ങളെ കൂട്ടായ്മക്കില്ല, ഞാൻ നിങ്ങളെ ജമാഅത്തിനില്ല, ഞാൻ ഒറ്റക്ക് നിസ്കരിച്ചോളാം, നിങ്ങളെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ 27 ഇരട്ടി കിട്ടുമെങ്കിൽ ഞാൻ ഒറ്റക്ക് 27 പ്രാവശ്യം നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ മാറി നിന്നാൽ അവൻ 27 വട്ടമല്ല 27,000 വട്ടം നിസ്കരിച്ചാലും ആ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന മഹത്വവും പ്രതിഫലവും സ്ഥാനവും ഒരിക്കലും അവൻ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ലഭിക്കുകയില്ല. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, മോമിനീങ്ങളോട് ഈ ഉമ്മത്തിന്റെ കൂട്ടായ്മയിൽ നിൽക്കാനാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ കൂട്ടായ്മയുടെ ഭാഗമാണ് ഈ ജമാഅത്ത് നിസ്കാരങ്ങൾ. അതിന്റെ ഭാഗമാണ് വെള്ളിയാഴ്ച നടക്കുന്ന ജുമുഅ. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ പരിശുദ്ധമായ മക്കയിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള മോമിനീങ്ങൾ അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് വാദിം ഫിന്നാസ് ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് എന്ന പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചപ്പോൾ ആ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, റബ്ബേ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള മോമിനീങ്ങളും ഒരേ വേഷത്തിൽ ഒരേ സ്ഥലത്ത് ഇനി ഇതാ പരിശുദ്ധമായ അറഫയുടെ ദിവസം ഒരുമിച്ച് കൂടാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെയാണ് മുഅ്മിനീങ്ങളുടെ കൂട്ടായ്മ എന്നുള്ളത്, ഇങ്ങനെയാണ് മുസ്ലിമീങ്ങളുടെ കൂട്ടായ്മ എന്നുള്ളത്. അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് ഐക്യത്തോടെ സ്നേഹത്തോടെ നാം നീങ്ങാനാണ്
അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ നമ്മോട് പഠിപ്പിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ മഹാന്മാരായ സയ്യിദന്മാർ, ആലിമീങ്ങൾ, ഔലിയാക്കൾ, മഹത്തുക്കൾ നമുക്ക് പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒക്കെ എല്ലാം ഉണ്ടാക്കി തന്നു. അത് ഒരിക്കലും പരസ്പരം കലഹിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു സംഘടനയോ മറ്റൊരു സമൂഹത്തെയോ കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ തോൽപ്പിക്കാനോ ഒന്നുമല്ല. നമുക്ക് ഈ ദുന്യാവിൻ്റെയും ആഖിറത്തിൻ്റെയും വിജയം ഈ കൂട്ടായ്മയിലൂടെ, ഈ ഉമ്മത്ത് ഒറ്റക്കെട്ടായി നേരിടുന്നതിലൂടെ നേടിയെടുക്കാനാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദുൽഹിജ്ജ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ആ മഹത്തായ സമയത്താണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫഇ വൽ വത്രി വൽ ലൈലി ഇദാ യസ്ർ. ആ വൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 10ാമത്തെ ദിവസമാണ്. വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞാൽ ഈ ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ആ ദിവസങ്ങളാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ വലയാലിൻ അശ്ർ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇമാം സീനുദ്ദീൻ അൽ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫത്ഹുൽ മുഈനിൽ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ എല്ലാ ദിവസവും മുഅ്മിനീങ്ങൾ വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം സീനുദ്ദീൻ അൽ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. നോമ്പ് സുന്നത്തായ സമയങ്ങളാണ് കടന്നു വരുന്നത്. ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള എല്ലാ ദിവസവും നോമ്പ് പ്രത്യേകമായി സുന്നത്തുള്ള ദിവസമാണ്. ദുൽഹിജ്ജ 8 പ്രത്യേകം നോമ്പിന് സുന്നത്തുള്ള ദിവസമാണ്. ദുൽഹിജ്ജ 9 പ്രത്യേകം നോമ്പ് സുന്നത്തുള്ള ദിവസമാണ്. അറഫയിൽ ദുൽഹിജ്ജ 9 അറഫ ദിവസം, അന്നത്തെ ആ ഒരു ദിവസത്തെ നോമ്പിന് വേണ്ടി മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തിൻ്റെയും ദോഷം അല്ലാഹു തആല പുറത്തു തരുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇരിക്കുമ്പോൾ പ്രസംഗിക്കാൻ മടി കൊണ്ട് ഇതാക്കിയതാണ്. ഇൻഷാ അല്ലാഹ് നിർത്താൻ പറയുമ്പോൾ ഞാൻ നിർത്തും. ഇൻഷാ അല്ലാഹ് നാം പ്രതീക്ഷിക്കുന്നതും എല്ലാം ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ആ സ്വലാത്തും അവരുടെ ഉപദേശവും അവരുടെ നസീഹത്തും അവരുടെ ദുആവും ഒക്കെയാണ്. അതുകൊണ്ട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മഹാന്മാരായ ഈ സയ്യിദന്മാരെ നമുക്കൊക്കെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും ആഖിറത്തിൽ അവരെ കൈപിടിച്ചുകൊണ്ട് തന്നെ ഒന്നിച്ച് അവരുടെ പിന്നാലെ സ്വർഗത്തിലേക്ക് കടക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്ന ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ ആയത്ത് ഓതിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.